നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഉള്ളത് ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരു ലക്ഷറി 5-സ്റ്റാർ ഗെയിം ലോഡ്ജ് അക്കോമഡേഷനിലാണ്. അപ്പോൾ ഇതൊരു ഫുള്ളി ബോർഡ് അക്കോമഡേഷനാണ്. എന്താണ് ഈ ഫുള്ളി ബോർഡ് അക്കോമഡേഷൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആക്ച്വലി ഇവിടെ ആഫ്രിക്കയിലുള്ള ഇങ്ങനത്തെ ഗെയിം ലോഡ്ജിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ അങ്ങ് സ്റ്റേ ആക്കും. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് 2 ഗെയിം ഡ്രൈവ് ഉണ്ടായിരിക്കും. കൂടാണ്ട് നമ്മുടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ എല്ലാ വിഭവങ്ങളും ഇവർ നമുക്ക് തരും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോയിലാണ് നമ്മളുടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അക്കോമഡേഷനും അവിടുത്തെ ഉള്ള ആദ്യത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയിലാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഒരു ലക്ഷറി ഗെയിം ഡ്രൈവിൽ നമ്മൾ ഗെയിം ഡ്രൈവ്സ് ഒക്കെ പോകുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ആ എല്ലാ കാഴ്ചകളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, തുടർന്ന് കാണുക. ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ എൻഡ് വരെ കാണുന്ന റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ 3 മണിക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗെയിം ഡ്രൈവ് ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഡ്രൈവ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ലഞ്ച് കഴിച്ചു, ഇപ്പം ഇങ്ങോട്ട് എത്തിയുള്ളൂ. നമുക്കിനി നമ്മുടെ ഗെയിം ഡ്രൈവിന് മുന്നായിട്ട് ഇവരൊരു ഹായ് ടീ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 മണിയിൽ ചായയും കുറച്ച് ബിസ്ക്കറ്റും തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഗെയിം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് അത് കാണാം. ഇനി നമ്മളുടെ സഫാരി വണ്ടികളൊക്കെ ഇവിടെ റെഡി ആയി കിടപ്പുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ പോകാൻ പോണത്. നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള റേഞ്ചേഴ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. So 703 is your car? Okay. You have time for the tea? Yes, you can go this side to have some 703, right? Yes, Thank you. 703. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? Hello. I was telling you guys look very pretty. Two pretty people are there. നല്ല കാണാൻ ഭംഗിയുള്ള 2 പേരുണ്ടെന്ന് പറയായിരുന്നു ഞാൻ. നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇതെന്താണ് ടാർട്ട് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ടാർട്ട് ഉണ്ട്, മീറ്റ് ഉണ്ട്, ഇറച്ചിയുണ്ട് കേട്ടോ, മീറ്റ് ബോൾസ്, പിന്നെ സ്പ്രിംഗ് റോൾസ് ഉണ്ട്. കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. So the little one must be in between you. ഓക്കെ, Yes. നീ അപ്പുറത്ത് പോണ്ട. ഞാൻ ആ സൈഡിലിരിക്കും. അല്ല, ഞാൻ ഈ സൈഡിലിരുന്നു. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടി. ഇതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വാട്ട്സ് യുവർ നെയിം? Who is he? പ്രിറ്റി. Who is he? You can call me G. ജി. Yeah, this Okay. is this. ഓക്കെ. ഓരോ വണ്ടികളായിട്ടുള്ള ആൾക്കാർ കയറിക്കൊണ്ടിരിക്കട്ടെ. ഇതിലൊക്കെ ഇതേ ഒരു വണ്ടി ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വണ്ടിയിലെ ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളുടെ ഗെയിം ഡ്രൈവ് തുടങ്ങി കേട്ടോ. നമ്മുടെ ഭാഗത്തിന് നമ്മുടെ വണ്ടിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. സി വി ഗോട്ട് എ പ്രൈവറ്റ് ഗെയിം ഡ്രൈവ്. നമ്മൾ ബുക്ക് ചെയ്ത അക്കോമഡേഷൻ ഷെപ്പേർഡ് സ്ട്രീ ഗെയിം ലോഡ്ജാണ്. അവർക്ക് അവരുടേതായ ഒരു പ്രൈവറ്റ് ഗെയിം ഏരിയ ഉണ്ട് പിലനസ്ബർഗ് നാഷണൽ പാർക്കിന് ഉള്ളിലായിട്ട് തന്നെ. അപ്പോൾ ഇവർ ഗെയിം ഡ്രൈവിന് പോകുമ്പോൾ ആദ്യം നമ്മൾ ആ ഏരിയയിലൊന്ന് കവർ ചെയ്തിട്ട് മൃഗങ്ങളുണ്ടോ എന്ന് നോക്കി അവിടെ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് പിലനസ്ബർഗ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുക. 572 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ മൊത്തം ഒരു വിസ്തീർണം. അത്രയും ഏരിയയാണ് നമ്മൾ കവർ ചെയ്തിട്ട് മൃഗങ്ങളെ കാണാൻ പോണത്. നമ്മൾ ആദ്യം തന്നെ കണ്ട മൃഗമാണ് ഇംപാലാസ്. ഇംപാലാസ് നമ്മുടെ നാട്ടിൽ പറയും മാൻ, കൃഷ്ണമൃഗം എന്നൊക്കെ പറയില്ലേ, അതാണ് സെയിം സംഭവം തന്നെയാണ്. ഇതിന് ഒരു ഡോമിനൻ്റ് ആയിട്ട് ഒരു മെയിൽ ഉണ്ടാവും. ആ മെയിലിന് ചുറ്റുമായിട്ട് ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ ഒരു മെയിലാണ് ഈ ഒരു പെണ്ണുങ്ങളെ മൊത്തമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക കൂട്ടായിട്ട്. അങ്ങനെ വേറൊരു മെയിൽ വന്ന് അറ്റാക്ക് ചെയ്താലാണ് ഈ മെയിലിനെ തോപ്പിച്ചിട്ട് വേണം ഈ ഒരു പെണ്ണുങ്ങളെ മുഴുവൻ സ്വന്താക്കാനായിട്ട്. So what happens to the one who lose the fight? He will go live alone, gain some strength, and So join he the will not have bachelor any head. friends, man. Yes. അങ്ങനെ തോറ്റോടിയ ആ ആൺമാൻ ഒരു ബാച്ചിലറായിട്ട് അങ്ങ് ജീവിക്കും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ഒരു റൈനോന്റെ തോലാട്ടോ. ഒരു സിംഹം ആക്രമിച്ച് കൊന്ന ഒരു റൈനോനെ ഇറച്ചിയൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം എല്ലും തൊലിയും മാത്രം അവിടെ കിടന്ന് ചീഞ്ഞു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് റൈനോന്റെ തോലാന്നൊന്നും തോന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് റൈനോന്റെ തോലാണ് ആ കെടുക്കണേന്നുള്ളത്. എന്താ അല്ലേ?
ഇവിടെ ഒരു ജിറാഫ് നിൽക്കാണ്ട, മെയിലാണ്. വിൽ ജിറാഫ് അറ്റാക്ക്? Yeah, some giraffes are dark, some are pale. It's just genetics. ഓക്കെ. പോണ വഴിയിലായിട്ട് തന്നെ നമ്മൾ ഒരുപാട് ജിറാഫുകളെ കണ്ടു കേട്ടോ. അങ്ങനെ ഈ പാർക്ക് മുഴുവൻ ഇവരെ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ്. പോണ വഴിയിൽ എവിടെയെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ നിർത്തി അതിനെ കുറച്ച് നേരം ഫോട്ടോഷൂട്ട് ചെയ്ത്, കൂടാണ്ട് ഇവർ അതിനെപ്പറ്റി കുറേ നമുക്ക് പറഞ്ഞു തരും ആ മൃഗങ്ങളെ പറ്റിയിട്ട്. പിന്നെ നമ്മൾ കണ്ടത് ഒരു വലുപ്പമുള്ളൊരു മാനാണ്, ഒരു പശുവിൻ്റെ അത്ര സൈസ് ഉണ്ട് ഇത്. ഇതാണ് വാട്ടർ ബഗ്. ഇത് സഹാറൻ ആഫ്രിക്കയിലൊക്കെ കാണുന്ന മാനുകളാണ്. അത് ഒമിറ്റ് ബാഡ് സ്മെൽ, പൊട്ട ഒരു സ്മെല്ലുണ്ടാക്കും. കൂടാണ്ട് ഇത് വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം വലിയ മാനാണ്. അതുകൊണ്ടാണ് ഈ മാനുകളെ വാട്ടർ ബഗ് എന്ന് വിളിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് കാലത്തൊരു ഗെയിം ഡ്രൈവ്, വൈകുന്നേരം ഒരു ഗെയിം ഡ്രൈവ് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു ഗെയിം ഡ്രൈവ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു 1.5 മണിക്കൂറാകുമ്പോൾ ഇവരെവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഹൈഡ് എന്ന് പറഞ്ഞ ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ എല്ലാ വണ്ടികളും അതിങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ചായ, ലിക്കർ വിത്ത് സ്നാക്സ് ഒക്കെ തരും. ഇതാണ് പൊതുവേ സംഭവിക്കുക. പക്ഷേ ഈ ഒരു ഗെയിം ഡ്രൈവിൽ നമുക്കത് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലയണിനെ സ്പോട്ട് ചെയ്തു എന്ന് റേഡിയോയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ലയണിനെ എങ്ങനെയെങ്കിലും കണ്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളെ ഈ ഭാഗത്തായിട്ട് ലയൺസ് ഉണ്ട്, ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 9 ലയണിൻ്റെ ഒരു ഹേർഡ് മൂവ് ചെയ്യണതായിട്ട് റേഡിയോയിൽ ഇവർ കേട്ടു. അപ്പോൾ നമ്മൾ അതിനെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഒടുക്കത്തെ വിൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. കേട്ടേ, ലയൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കി 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 നമ്മൾ അവിടെ ഒരു ജിറാഫിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണാം അവിടെ ഒക്കെ ഉണ്ട്. പക്ഷെ ലയണിനെ കാണാനില്ല. ഇവിടെ എവിടെയോ ഒരു 9 ലയൺസ് നടക്കണ്ടെന്നാണ് വിവരം കിട്ടിയത് നമുക്ക് റേഡിയോ കൂടെ. നമ്മൾ ലയണിനെ തപ്പി നടക്കുക. ലയണിനെ കാണുള്ളൂ തന്നെ. സത്യം പറഞ്ഞാൽ ഈ ലയണിനെ തപ്പി തപ്പി നമ്മളുടെ ബ്രേക്ക് മിസ് ചെയ്തു. കാരണം അതിൽ നല്ല നല്ല ചായ, കോഫി, ലിക്കർ, സ്നാക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചായയൊക്കെ പിന്നെ കുടിക്കാമല്ലോ, ലയണല്ലേ മുന്നേ കാണണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ രാത്രി ആവാറുമായി. അപ്പോൾ പ്രതീക്ഷ കംപ്ലീറ്റ് കൈവിട്ടു. നമുക്കിനി ഒന്നും കാണാനില്ല. നേരെ നമ്മളിനി അക്കോമഡേഷനിൽ പോകലാണ് ഉണ്ടാവുള്ളൂ എന്ന്. ദവടിയായിട്ട് ലയണുണ്ട് ആക്ച്വലി, പക്ഷെ നമുക്ക് കാണാനില്ല. ഈ വണ്ടികളൊക്കെ ഇത് പിടിച്ചോണ്ട് നിൽക്കുക കേട്ടോ. നമുക്ക് ഈ സഫാരി വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഒരു ലയൺ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ കാണാണ്ടാവും. പിന്നെ കുറേ നേരം ഉണ്ടാവും. ഇവർക്കൊന്നും വിഷ്വലി കിട്ടില്ല. പിന്നെ നല്ല ഹൈ ആയിട്ട് നിൽക്കണം. പിന്നെ നല്ല നമ്മളുടെ ക്യാമറയ്ക്ക് നല്ല സൂം വേണം. എൻ്റെ അത്ര പോരാ. ഇമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ പോയി ലയൺ കേട്ടാ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ലയണിനെ കണ്ടാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ലയൺ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു തുടങ്ങും. അതിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കില്ല കേട്ടാ. ഭയങ്കര ചില സമയത്ത് മാത്രം ഒരു സമയത്ത് തന്നെ ഇരുന്ന് നമുക്ക് നല്ല ഷോട്ടൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മളിങ്ങനെ പിന്നാലെ നടക്കണം. അതെ, ലയണിന്റെ ട്രാക്ക് ഉണ്ട് കണ്ടോ? ആ ശരിയാണ്, ഇവിടെ ഉണ്ട് ലയണിന്റെ ട്രാക്ക്. കേട്ടോ, ലയൺ ഈ അടുത്ത് തന്നെ ഉണ്ട്. കാണാൻ പറ്റിയ നമ്മുടെ ഭാഗ്യം. നമുക്ക് കാണിച്ചു തരാൻ പറ്റിയ. അങ്ങനെ നോക്കുമ്പോഴാണ് ദാ പോണു കുറച്ച് ലയൺസ്. ആക്ച്വലി ലയൺസ് ആണുങ്ങൾ മാത്രവും പെണ്ണുങ്ങൾ മാത്രമായിട്ട് നടക്കുക. ഇവർക്ക് എണ്ണ ചേരേണ്ട സമയത്ത് മാത്രമാണ് ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. ഓൾറെഡി രാത്രി ആവാനും നമുക്ക് നമ്മുടെ ക്യാമറയും വീക്കായാലും നമുക്ക് അത്ര ബെസ്റ്റ് ഷോട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ലയണിനെ കണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ നമ്മളങ്ങ് മടങ്ങി. നമ്മളപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നമുക്ക് കുറച്ച് അനിമൽസിനെ കാണാൻ പറ്റും. ഇരുട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കും നല്ല തണുപ്പടിച്ചോട്ടോ. ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് തണുപ്പിക്കാന്ന്, പക്ഷെ ഇപ്പം നല്ല തണുപ്പുണ്ട്. മലയൊക്കെ കണ്ടോ രസം. തണുത്ത് ഇറച്ചിരുന്നിട്ട് നമുക്ക് ഇവനി തിരിച്ച് അക്കോമഡേഷനിലേക്ക് പോകാട്ടോ. ഭയങ്കര കുലുക്കായി വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫുൾ ഇളക്കി മറിയണമെന്നാണ്. നമ്മുടെ ഇവിടെ ഇത് എലിഫൻ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ മതത്തോടു കൂടി നിൽക്കണേന്ന് പറയണ ഒരൊറ്റയാനാ. കാരണം നമ്മൾ അധികം അടുത്തേക്ക് പോകുന്നില്ല. അത് ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ ഒരു ജാതി വൃത്തികെട്ടൊരു മണം വന്നിട്ടോ.
മണം വന്നപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തുട്ടാന്നുള്ളത്. പറയാണ് ഈ എലിഫൻറ്റ് ആന ഇങ്ങനെ മീറ്റ് ചെയ്യാനുള്ള സമയത്ത് ഒരു ജാതി ദ്രാവകം പുറപ്പെടുവിക്കും. ഇതിന് ഇവർ പറയാം മസ്കിലാണെന്നാണ് പറയാം. മസ്ക് എന്ന് പറഞ്ഞാൽ മതം തന്നെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ അത് ഈ റോട്ടിൽ തന്നെ നിൽക്കണ കാരണം ഇതിങ്ങനെ മതം പിടിച്ച് നിൽക്കണ കാരണം ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്താ പറയുക, ലൈറ്റും ഇതൊക്കെ ഓഫാക്കാൻ പറഞ്ഞായിരുന്നു. കാരണം അത് തിരിയുന്നുണ്ട്. ഞാൻ ഈ അറ്റത്തിരിക്കുന്നതാണ് അറ്റാക്കിയത്, എന്നെ അറ്റാക്ക് ചെയ്തോളം ചന്ദ്രൻ പറയും. ഇറ്റ്സ് ദേർ ഓൺലി, ഐ ക്യാൻ സീ ദാറ്റ്. ഈശ്വരാ, ഇവിടെ തന്നെ ആന പോകണല്ലോ. അതിന് മതം പിടിച്ച ആനയാണെന്നാണ് പറയണത്. ജാതി നാറ്റം തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെ. നമ്മളിവിടെ തിരിച്ചു വന്നു. താങ്ക് യു. Good evening and welcome. താങ്ക് യു. അപ്പോൾ നമ്മളുടെ സഫാരി കഴിഞ്ഞ് വന്നു. കുറച്ച് നേരം ഒന്ന് ഫ്രഷപ്പായി. ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. ഇനിയിപ്പോൾ 7:30 ഇപ്പോൾ സമയം. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കുന്ന അത്രയും ദിവസം ഈ എല്ലാ സർവീസുകളും നമുക്ക് കിട്ടും. കൂടാണ്ട് നമുക്ക് 2 ഗെയിം ഡ്രൈവും കിട്ടും. അപ്പോൾ ഇപ്പം നമുക്ക് പോയിട്ട് ഡിന്നർ കഴിക്കാം അല്ലേ? ഓക്കെ. ഗെയിം ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ആ റൂം സർവീസ് വന്ന് ഇവിടെ ടുട്ടുവിന് വേണ്ട ബെഡൊക്കെ ഇവിടെ സെറ്റാക്കി. ഇവിടെ സോഫ ഉണ്ടായിരുന്നല്ലോ, ആ ബെഡ് സെറ്റാക്കി. പിന്നെ ഇവിടത്തെ എന്താ പറയുക, ഇവിടെ ഫുള്ള് കർട്ടനൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഡിമ്മാക്കി AC ഒക്കെ ഇട്ട് സെറ്റാക്കി റൂമൊക്കെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് 2 ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വെച്ചായിരുന്നു കേട്ടോ. ആക്ച്വലി ഭയങ്കര സർവീസൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും പോയിട്ട് ഡിന്നർ കഴിക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായിരുന്ന ചിപ്സ് ഉണ്ടായിരുന്നു, ഇവിടെ കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു, ഒക്കെ തിന്ന് തീർത്തു. ഇതാണ് ഈ ഇടിയിറച്ചി ഉണ്ടാവും. ഇത് 2 വെറൈറ്റി ഉണ്ട് ഇവിടെ. ഒന്ന് ഈ ടൈപ്പ് സ്റ്റിക്ക് പോലത്തെയും, ഇത് ആക്ച്വലി ഇത് പച്ച ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, ഇത് ഉണക്കി ഇറച്ചിയാണ് ആക്ച്വലി. ഇപ്പം നമ്മളുടെ വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ കൊണ്ടുപോകട്ടെ നമ്മളെ. My God. Let's go. Good? Yeah. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ കാർട്ട് പോലത്തെ വണ്ടിയിലാണ്, ഷട്ടിൽ വണ്ടിയിലാണ് നമ്മൾ പോണത്. ഇവിടെ മുഴുവൻ ഇവർ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അത് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ലെവലിലാണ് ഇവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നത്. സീറ്റിംഗ് ആണെങ്കിലും ഇവരുടെ ഒരു ഡ്രസ്സിങ് ആണെങ്കിലും ഒക്കെ. ഇത് നമുക്ക് 3 കോഴ്സ് മീലാണ്, സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, പിന്നെ ഡിസേർട്ട്, അങ്ങനെ. അപ്പോൾ ഇത് ഈ തന്ന മെനുവിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും ഒരു കാടുള്ള ഏരിയേൻ്റെ നടുവിലായിട്ട്, സത്യം പറഞ്ഞ ഒരു മൊട്ടക്കുന്നിൻ്റെ അവിടെയാണ്, അവിടെ എങ്ങനെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ്, ഈ ഒരു അക്കോമഡേഷൻസും ഒക്കെ ഫുള്ള് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻ കോഴ്സ് ആയിട്ട് ചിന്തിക്കുന്നത് പാൻഫ്ലോയിഡ് കിങ് ഫിഷ്, ഇതൊരു ഫിഷാണ്. ഇത് എടുക്കാം, ചന്ദ്രപ്പ് എടുക്കുന്ന ലാം ഷാങ്ക.
നമുക്ക് സ്റ്റാർട്ടറായിട്ട് കിട്ടിയത് സ്മോക്ക്ഡ് സാൽമൺ വിത്ത് ഒരു ബ്രെഡാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് സാൽമൺ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടേസ്റ്റ് വിത്ത് ക്രീം ചീസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് മെയിൻ കോഴ്സ് കിട്ടി. ചന്ദ്രപ്പ് എടുത്തത് ലാംബ് ഷാങ്ക് തോന്നുന്നു, ലാമ്പിൻ്റെ ഒരു ലെഗ് പീസ് തന്നെ പൊട്ടറ്റോ സ്മാഷോട് കൂടിയാണ്. പിന്നെ എനിക്ക് കിട്ടിയത് കിങ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു മീന് വിത്ത് റൈസ് പിന്നെ ക്യാരറ്റ്. നോക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ കുറവാണെങ്കിലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴേക്കും ഇവരുടെ അടുത്ത് തന്നെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഒരു ചെറിയൊരു കുളം തോണ്ടി പോലെ ഉണ്ട്. അവിടെ ആന വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സൗണ്ട് കേട്ടിട്ട് എന്താണ് ഈ സൗണ്ട് വരണമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കുമ്പോഴാണ് കാണുന്നത് ആന വന്നിട്ട് വെള്ളം കുടിക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആനകൾ വന്ന് വെള്ളം കുടിക്കും അത്ര. ഇതിനെ വാട്ടർ ഹോൾ എന്നാണ് പറയുക, ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളെ. അപ്പോൾ ഇതിന് അടുത്തുള്ളതുകൊണ്ട് തന്നെ അവരവിടെ സീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ആനകളെയൊക്കെ നമുക്ക് വന്ന് ഇങ്ങനെ കാണാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി പറഞ്ഞാൽ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ആനേൻ്റെ പാട്ടിന് പോയി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ നമുക്ക് ഗെയിം ഡ്രൈവ് ഉണ്ട്. നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേക്കപ്പ് കോൾ തരും. അപ്പം നമുക്ക് അവരുടെ കോൾ കേട്ട് തന്നെ എണീക്കാം. കാരണം 5 മണിക്കാണ് ഗെയിം ഡ്രൈവ്. അപ്പം തന്നെ നമ്മൾ റെഡി ആവണം. വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പ് സമയമാണ്. നമ്മളപ്പോൾ നമ്മളുടെ ഏർലി മോർണിംഗ് സഫാരിക്ക് പോകാൻ പോകട്ടോ. റെഡിയായി ഒരു സ്വെറ്ററും പാൻറ്റും അടിയിൽ കുറേ പാൻസും പിന്നെ ഒരു വലിയ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് തണുപ്പാണ്. ആക്ച്വലി അൺബെയറബിൾ തണുപ്പായിരിക്കുക. ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ തണുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു നമ്മുടെ വണ്ടൻ ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. എന്താ ഒരു കാഴ്ച നോക്കി. രാവിലെ തന്നെയുള്ള സഫാരിക്ക് പോകാനുള്ള ആൾക്കാരട്ടാ ഇവിടെ മുഴുവൻ കൂടിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നമ്മൾ ചായ കുടിക്കും. ആ ഒരു വ്യൂ നോക്ക്, എന്താ ഒരു ഭംഗി. ഇവിടെയായിട്ടാ നമ്മൾ ഇന്നലെ രാത്രി ആനേനെ കണ്ടത്. ഇങ്ങനെ മലയൊക്കെ കണ്ട് നിൽക്കാൻ ഭയങ്കര രസാട്ടോ. നമ്മുടെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക. സ്റ്റേനീറ്റല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന റേഞ്ചർ തന്നെയാണ് കേട്ടോ എപ്പോഴും നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള പിലനസ്ബർഗ് നാഷണൽ പാർക്കുണ്ട്. അവിടെ ആയിരിക്കും കൂടുതലും മൃഗങ്ങളെ നോക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം നമ്മുടെ കൂടെ വേറെ ആൾക്കാരുണ്ട്. നമ്മുടെ ഇതിൽ നമ്മൾ മാത്രമേ. ആക്ച്വലി ഈ വിൻ്റർ സമയത്തുള്ള സഫാരികൾ വളരെ രസകരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവിധ തണുപ്പിനുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഈ പോവുക. നമ്മൾ കയറുമ്പോൾ അത്ര തണുപ്പ് തോന്നില്ലെങ്കിൽ ഈ തുറന്ന വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒടുക്കത്തെ തണുപ്പടിക്കും കേട്ടോ. പക്ഷെ അതിനൊരു രസമുണ്ട്. Can you go a little front? You can stop here. Stop. You can stop. AC. കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരു വൈൽഡ് ബഫല്ലോ.
ഇതാ കാണുന്നത് കാട്ടുപോത്താട്ടോ. ഇത് ഇങ്ങോട്ട് തിരിയുന്നു. Black rhino. Black rhino. Hey. Hook mouth. Oh. So this one's aggressive. There is a black rhino. ഈ ബ്ലാക്ക് റൈനോ നമ്മൾ ആദ്യമായിട്ട് ബ്ലാക്ക് റൈനോനെ കാണുന്നത്. ഇതുണ്ടോ ഈ റൈനോ ഭയങ്കര അഗ്രസീവാണ്. അതുകൊണ്ടാണ് അവിടെ പൊടിയൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കണെന്ന് റേഞ്ചർ പറഞ്ഞേ. ഒറ്റയ്ക്ക് കേട്ടാ അതതിന്റെ ടെറിട്ടറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവിടെ. എല്ലാവരും അതിനെ പഠിപ്പിച്ചോണ്ടിരിക്കുക. White rhinos. Like I said yesterday, white rhinos are more common in this park than the black rhinos. നേരത്തെ നമ്മൾ കണ്ടത് ബ്ലാക്ക് റൈനോ എന്ന് പറഞ്ഞത്, പക്ഷെ ഇത് സംഭവം വൈറ്റ് റൈനോ ആണ്. പക്ഷെ എനിക്ക് ഇവർ രണ്ടും കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഏതാണ് വൈറ്റ് റൈനോ ഏതാണ് ബ്ലാക്ക് റൈനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. രണ്ടും രണ്ടാണ്, പക്ഷെ കണ്ടാൽ മനസ്സിലാവില്ല. ഈ ഒരു റിസർവിൻ്റെ ഉണങ്ങിയ പുല്ലുകളൊക്കെ ഒരു ഏരിയ മാത്രം തിരിച്ച് ഇവർ കരിച്ചിടും. പുതിയ പുല്ല് വളരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്തൊക്കെ പച്ചപ്പ് കാണാം, മറ്റേ സ്ഥലത്ത് ഉണങ്ങി നിൽക്കുന്നത് കാണാം. ഇങ്ങനെ സെക്ഷൻ തിരിച്ചിങ്ങനെ കരിക്കും, അധികം പടരാത്ത രീതിയിൽ. അതാട്ടാ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. എല്ലാവർക്കും മൃഗങ്ങളെ കാണുന്നത് ഭയങ്കര സന്തോഷം. അവർ കിടക്കുകയാണോ ഇരിക്കുകയാണോ നിൽക്കുകയാണോ. ചില ആൾക്കാരൊക്കെ വലിയ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മുടെ ഇതും വേറൊരു ക്യാമറ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്രയ്ക്കൊന്നും റേഞ്ചിൽ കിട്ടില്ല. ഇതൊരു 200 mm ആണ്. ഇതാണെന്ന് വെച്ചാൽ കൂടുതൽ അകലെയാണ്. പിന്നെ ഈ യെല്ലോ കളർ ബുഷ് ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം കാണാൻ ഭയങ്കര പാടാണ്. കണ്ടാ, മാത്രമല്ല നമുക്ക് സ്വന്തം കാറിൽ വേണമെങ്കിൽ ഇതുപോലെ ഗെയിം കളിച്ചാൻ പറ്റും. നമ്മളപ്പോൾ ഒരു റെസ്റ്റ് ക്യാമ്പിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. തണുത്ത് ഉറച്ചാ. എല്ലാ സവാരിയുടെ ഇടയിലായിട്ടേ നമ്മളൊരു ബ്രേക്ക് എടുക്കും. ആ ബ്രേക്കിലായിട്ട് കാലത്താ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചായ, കോഫി, ചിലപ്പോൾ നമുക്ക് അമുറല്ല ചേർത്ത കോഫി ഇവർ ഉണ്ടാക്കി തരും. അങ്ങനെ വെറൈറ്റി സ്നാക്സ് ഇതൊക്കെ ഉണ്ടായിരിക്കും. കാലത്ത് നല്ല തണുപ്പായാലും കോഫി വിത്ത് അമറല്ല കുടിച്ച ഇച്ചിരി കൂടിയും ഇവര് ഡാൻസ് കഴിഞ്ഞിട്ടില്ല. ഇവരെങ്ങനെ കോഫി വിത്ത് അമറല്ല ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫിയിൽ സാധാ കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് പാലിന് പകരം അമറുള്ള ലിക്കർ ഒഴിക്കും. ഞാനിതോടെ പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു. എന്നിട്ട് അത് വേണ്ട കുടിച്ചത് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ലതാണ്. ലിക്കർ കഴിക്കുന്നവർക്ക് ഗുഡ് ഓപ്ഷനാണ്. സ്ഥലം ആക്ച്വലി ഇങ്ങനെ ഒരു എന്താ പറയുക വേലി കെട്ടിയിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്തായിട്ടേ ഇതുണ്ട്, ഒരു വെള്ളം വരുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഹിപ്പോ, ബേർഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ ഹൈഡ് ഉണ്ടായിരുന്നു. ഹൈഡ് ബാത്റൂം ഉണ്ടെന്ന് തോന്നണല്ലേ. അതിന് ബാത്റൂം ഇതാണ്. എല്ലാവിധ ഗെയിം റിസർവിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് കോഫി അങ്ങനത്തെ സെയിം സംഭവം. ഇങ്ങനെ ഈ റെസ്റ്റ് ക്യാമ്പുകളുടെ അടുത്ത് തന്നെയായിട്ട് ഹൈഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഹൈഡിൻ്റെ അവിടെ വന്നിട്ട് മൃഗങ്ങൾ കാണാതെ തന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഈ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെയൊക്കെ നോക്കിയിരിക്കാം എത്ര നേരം വേണമെങ്കിലും. അങ്ങനത്തെ ഏരിയനെ പറയുന്ന പേരാണ് ഹൈഡ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ തന്നെയാണ് ഇവിടെ ഈ എല്ലാവിധ സഫാരി വെഹിക്കിൾസ് വന്നിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഗെയിം ഡ്രൈവ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇനി എനിക്ക് തോന്നുന്നു 1 മണിക്കൂറും കൂടി ഉണ്ടെന്നാ. നമ്മുടെ രണ്ടാമത്തെയാണ്. എന്താ പറയുക, ഏർലി മോർണിംഗിലുള്ള നമ്മുടെ ഗെയിം ഡ്രൈവാണ്. ഇപ്പോൾ തണുപ്പ് ഇത്തിരി കുറഞ്ഞു കേട്ടോ. ചീറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പക്ഷെ ഇപ്പോൾ കുട്ടികളെ കാണാനില്ല. നമ്മളിപ്പോൾ എത്തിയുള്ളൂ. നമ്മളത് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ചീറ്റ എവിടെയാണ്. 2 ചീറ്റപ്പുലികളാണ് ഇങ്ങോട്ട് കടന്നത്. ഇവരൊക്കെ നോക്കിയിരിക്കുക. അതൊക്കെ Yeah, there's something, yeah? Where? I think I can see something.
നമ്മൾ ആക്ച്വലി ചീറ്റാനെ കാണാനില്ല എന്ന് വിചാരിച്ചതാ. അപ്പം പെട്ടെന്ന് നമ്മളുടെ റേഞ്ചർ പെണ്ണ് പെട്ടെന്ന് വണ്ടി എടുത്ത് ഒരൊറ്റ ഓടിക്കില്ല. അവളെന്തോ കണ്ട് അത് നമ്മൾ ഫോളോ ചെയ്ത് നിന്നപ്പോൾ ചീറ്റ അവിടെ ഉണ്ട്. ഭയങ്കര അവള് കാരണമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടത് തന്നെ. നമ്മുടെ റേഞ്ചറെ ഒരു ചെറിയ പെണ്ണായാലും കുറേ ആൾക്കാരൊന്നും ഇതിനെ ട്രസ്റ്റ് ചെയ്തില്ല ആദ്യം. കാരണം ചെറുതാണല്ലോ, ഇവൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുകൊണ്ട്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഇവൾ ആക്ച്വലി നമുക്ക് ഓൾമോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാത്തിനും കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വണ്ടിയിലുള്ള ചേട്ടായിടൊക്കെ അതിനൊക്കെ മിസ്സാക്കി. നമുക്കെന്ന് വെച്ചാൽ ഭാഗ്യമുണ്ട്, നമുക്ക് 3 ചീറ്റാണ് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ബാഗ് എടുക്കണം. താങ്ക് യു സോ മച്ച്. ഇതിൽ വെച്ചിട്ട് ഇറങ്ങിക്കോ. ഡ്രൈവിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഇവർ നമുക്ക് ചൂടുള്ള ടവൽ തരും. നല്ല ചൂടുള്ള ടവൽ കയ്യിൽ പിടിച്ച് തുടയ്ക്കാൻ നല്ല സുഖമാണ്. ഇവിടുത്തെ ഷോപ്പാട്ടാ. ഷോപ്പിൽ നല്ല വിലയുണ്ട് എല്ലാത്തിനും. ക്യാപ്പ്, പിന്നെ കുറച്ച് ഈ ജാക്കറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ സഫാരി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ നമുക്ക് കാലത്ത് കിട്ടിയ ടീ കൂടാണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബുഫേ ആയിട്ടുള്ളത് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടാണ്ട് മെനു നോക്കി നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, എല്ലാം കൂടി എടുത്ത് ഞാനിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനപ്പോൾ ആക്ച്വലി ഇതിൽ നിന്നൊന്നും എടുത്തില്ല. അതിന് പകരം ഞാൻ മെനുന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത ഐറ്റമാണ് എഗ്സ് ബെനഡിക്റ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം കേട്ടോ. പിന്നെ ചന്ദ്രപ്പി ഓർഡർ ചെയ്തത് ഹാഷ് ബ്രൗണും ആംപ്ലേറ്റും. ടുട്ടുവിനും വേറെ ഇതുപോലെ തന്നെ ഒരു ആംപ്ലേറ്റും കൂടി ഓർഡർ ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എഗ്സ് ബെനഡിക്റ്റ്. ആംപ്ലേറ്റിനേക്കാളും എനിക്ക് പ്രിഫർ ചെയ്യുന്നത് എഗ്സ് ബെനഡിക്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ വേഗം ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് കഴിച്ചോട്ടോ. ഇത് ആക്ച്വലി ഇതിന് പുറത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇവിടെയാണ് ഈ മരത്തിൻ്റെ കിളിക്കൂടുള്ളത്. ഇതെങ്ങനെ കിളികൾ വന്ന് ഇവിടെ കൂട് കൂട്ടുന്നത് ഞാൻ ആലോചിക്കായിരുന്നു. കാരണം ഒരുപാട് കിളിക്കൂടുണ്ട്. ആനിവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ടാണ്. ശരിക്കും ഇതൊരു കുന്നിൻ്റെ താഴെയാണ് കേട്ടോ. നിറച്ച് ഇതാണ്ടോ. ഇത് നമ്മളുടെ പോലെ തന്നെ നമ്മളുടെ പക്ഷേ ഇത്തിരി വലുതുണ്ട്. ഹോളുണ്ട്, ബെഡ്റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, പൂളുണ്ട് ഉണ്ടല്ലോ. പക്ഷെ അതിനേക്കാളും കുറവുള്ളതിന് അങ്ങനെ ഉണ്ടാവില്ല. ബെഡ്റൂമും പിന്നെ ബാത്റൂമും ഉണ്ടാവുക. ആ വണ്ടിയിൽ മുഴുവൻ ഇരുന്നിട്ടേ നമ്മളുടെ എന്താ പറയുക ബാക്ക് ഭാഗം, ഞാൻ പറയുന്നില്ല വേർഡ്, കട്ടന്ന് അടിച്ചിട്ട് ഒരു എന്താ പറയുക ബം മസാജറായിരുന്നു. അതാണോ മേലും. ഇനി നമ്മളുടെ ആ പൂളുണ്ടല്ലോ, അവിടെ കാണുന്നൊരു പൂളുണ്ട്, കാണിച്ചു തരാം. ഈ പൂള് ഇത് ഹീറ്റഡ് പൂളാണ്. പുള്ളി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഇലയൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ ക്ലീൻ ആക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹീറ്റ് ചെയ്തായതുകൊണ്ട് നമുക്ക് തണുപ്പൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇറങ്ങാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാം കേട്ടോ. നമ്മളെ ഇവിടുത്തെ പൂളിൽ ഇറങ്ങാൻ പോവാണേ. ഇതൊരു പ്ലഞ്ച് പൂളാണ്. വെച്ച് കഴിഞ്ഞാൽ നീന്താനും നല്ല വെറുതെ ഇറങ്ങി റിലാക്സ് ചെയ്യാൻ പറ്റിയ പൂള്. രണ്ടെണ്ണങ്ങൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ചാടിയിട്ടുണ്ട്. ഞാനും പോയിട്ട് കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. നല്ല ഇത് ചൂടുള്ള വെള്ളാട്ടോ. ഈവൻ ദോ ഇപ്പൊ നമുക്ക് തണുപ്പാണെങ്കിലും ഈ പൂള് ഹീറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഹീറ്റ് ചെയ്ത പൂളിൽ കളിക്കാം. Be relaxed. See, because if you're tense, your legs are just gonna go.
say relax your legs, but if you relax them too much, they'll go down. ചന്ദ്രപ്പിയുടെ സ്വിമ്മിങ് ഈ കുഞ്ഞു പൂളിൽ സ്വിമ്മിങ് പഠിക്കാൻ നോക്കിക്കൊണ്ടിരിക്കട്ടാ. പഠിപ്പിക്കുന്ന ആള് ഇവള്. I'm a great teacher. After my lessons. പഠിക്കുന്ന ആളിപ്പോ കൊറേ നേരമായി വെള്ളം കുടിച്ച് ചെവിട്ടിലൊക്കെ വെള്ളം പോയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ പൂളിലെ കളിയും കുളിയും ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ ലഞ്ച് കഴിക്കാൻ പോവാണ്. നമ്മള് പൂളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കിട്ടിയത് പംകിൻ്റെ സൂപ്പാണ്. അങ്ങനെ അത് കുടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുന്നു കുറേ ആനകൾ. നമ്മളിരിക്കുന്ന ആ ഒരു ഏരിയേൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കൂട്ടം. ഒരു ആന വന്നു ഉണ്ടോ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. കൊറേ ആന വന്നു. കൊറേ ആന, ഒരു കൂട്ടാന വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആനേനെയൊക്കെ കണ്ട് കുറേ നേരം എൻജോയ് ചെയ്തു. കുറേ ഒരു കൂട്ടം തന്നെ നമ്മുടെ എന്താ പറയുക അക്കോമഡേഷനെ തൊട്ടടുത്ത്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്കിത് ഫുഡ് കിട്ടി. ചന്ദ്രപ്പി ഓർഡർ ചെയ്തത് കുടു എന്ന് പറഞ്ഞൊരു മാനാണ്. ടുട്ടു ഓർഡർ ചെയ്തത് ഒരു ഫിഷാണ്. എനിക്കിത് ഈ ഇറച്ചിയും മീനും ഒക്കെ തിന്ന് മതിയായ കാരണം ഞാൻ സാധാ ചോറും പപ്പടും യോഗർട്ടും ഒക്കെ അവരുടെ മെനുവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഇട്ട ചോറ് അതാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എനിക്ക് മടുത്തായിരുന്നു ഇറച്ചി ഇതൊക്കെ കഴിച്ച്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഹോംലി ഫുഡ് വേണമെന്ന് തോന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോറ്, പപ്പടം, പിന്നെ ഇത്തിരി തൈര്, പിന്നെ ഒരു പിക്കിള് പോലത്തെ നമ്മുടെ ഇഞ്ചമ്പുളി പോലത്തെ പിക്കിള് പോലത്തെ സംഭവമായിരുന്നു. നമ്മൾ ആനേനെയൊക്കെ കണ്ടുകൊണ്ടാണ് അവിടെ ഫുഡ് കഴിച്ചേട്ടോ. ഭീകര ഒരു കാഴ്ചയായിരുന്നു, രസമായിരുന്നു, എന്താ ഒരു ഭംഗി. ഇപ്പം നമ്മളുടെ ലഞ്ച് കഴിഞ്ഞു. നമ്മളിങ്ങ് പോയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സഫാരിക്ക് പോവാം. പക്ഷെ ഇന്ന് വയ്യാണ്ടായി. കാലത്ത് സഫാരി കഴിഞ്ഞ് ഫുഡ് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞോളൂ. അപ്പോൾ നമ്മൾ ഇന്ന് സഫാരി പോകേണ്ട റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ എന്തോ ചായ കൊടുക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. ചായ കുടിക്കുന്ന സമയമായി. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. നമ്മളപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും വന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങിയിട്ടിട്ട് കുറേ നേരം ഒന്ന് TV കണ്ടു. ഞാൻ ചന്ദ്രപ്പി നന്നായി ഉറങ്ങി. ഇനിയിപ്പോൾ ഒന്ന് നടക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഡിന്നർ ഒരു 7-7:30 ആകുമ്പോഴേക്കും ഒരു ഡിന്നർ റെഡിയാക്കും. അപ്പോൾ അതും കഴിച്ചിട്ട് തിരിച്ചു പോരാം. നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ മഴ. നടക്കാൻ പറ്റുമോ? അല്ല, നമ്മൾ അതിൻ്റെ ഇടയിലെങ്ങാൻ വെച്ച് നല്ല മഴ പെയ്ത് നമ്മൾ പെട്ടുപോകും. പറ്റൂല. നമ്മളപ്പോൾ ഇവിടെ വന്നിട്ട് 2 ദിവസമായി. 2 ദിവസവും എല്ലാ പ്രാവശ്യത്തെ മീലും 3 കോഴ്സ് മീലാണ്. ഒരു സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, പിന്നെ ഡിസേർട്ട് ഉണ്ടാവും. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഞാൻ ഇത്തിരി തടി വെച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ രാത്രിയാണ് നമ്മളുടെ ലാസ്റ്റത്തെ ഡിന്നർ കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇവരുടെ ഓരോ ഐറ്റംസും ഇവരുടെ ഷെഫുമാർ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓരോ മീല് കാണുമ്പോൾ നമുക്കറിയാം അവർ എങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇതിലുള്ളതൊക്കെ. അപ്പോൾ ഞാൻ തിന്നതൊന്നും മടുത്ത് ശരിക്കും. 3 മീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പ്, പിന്നെ ഒരു മെയിൻ കോഴ്സ്, പിന്നെ ഒരു ഡിസേർട്ട്, ഐസ്ക്രീം അല്ലെങ്കിൽ കേക്ക്. അപ്പോൾ കുറേ തിന്നുന്നു കേട്ടോ. അത് പറഞ്ഞ് തിന്ന് ഒരു ലെവലായിട്ടുണ്ട്. സോ ഇന്നപ്പോൾ നമ്മൾ എന്തായിരിക്കും നമ്മളുടെ ലാസ്റ്റത്തെ, ഇത് കഴിഞ്ഞ് പിന്നെ ഡിന്നർ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് നോക്കാം നമുക്ക് എന്താണെന്ന് കഴിക്കാൻ പറ്റുമെന്ന്. നാളെ കാലത്ത് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഗെയിം ഡ്രൈവിന് പോവാം, അല്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ? നമ്മൾ നേരത്തെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ടുട്ടുവിന് നടക്കാനായിട്ട് മടി. അപ്പം എന്തുണ്ടായി, മഴ വന്നപ്പോൾ നമുക്ക് നടക്കാൻ പറ്റിയില്ല. അപ്പം ഇപ്പം നമ്മൾ വീണ്ടും നടക്കാനായിട്ട് പോവാണ്. നടന്നവിടുന്ന്
You're on time. I just got some stuff. Okay. ഇവരുണ്ടല്ലോ നമ്മള് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ഇവരിവിടെ വന്ന് ക്ലീൻ ആക്കുക. Just want to give you a fright. We're going to the Dinner. yeah. Okay. Did you go to those spots? No, we're going to walk. Walk. Yeah. We never tried. We wanted to try. So, yeah. ആ പെണ്ണിനെ എന്നെ വിശ്വസിക്കാൻ പറ്റുന്ന നമ്മൾ വാക്ക് ചെയ്യാൻ പോകുന്നത്. ടോർച്ചടി നമ്മളിങ്ങനെ ഇവിടെ സ്നേക്ക് ഉണ്ട് സൂക്ഷിച്ചടക്കാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്നേക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അവര് വന്നിട്ട് ടുട്ടുന്റെ ബെഡൊക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കിയിട്ട് പോകും. നമ്മൾ തന്നെ പിന്നെ നമ്മുടെ AC ഒക്കെ കറക്റ്റ് ടെമ്പറേച്ചറിലാക്കി കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും പുറത്ത് തണുപ്പാന്ന് തന്നെ തോന്നില്ല. ഇപ്പൊ പുറത്ത് തണുപ്പുണ്ട് കേട്ടോ. അതുതന്നെ ചന്ദ്രപിയൊക്കെ തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ട് വന്നതാണ്. ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വീടിൻ്റെ അവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് ആ അവിടേക്ക് എത്താനായിട്ട്. ചന്ദ്രപ്പി ഒന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇപ്പം നമുക്കെങ്ങാനും വയ്യാണ്ടായിന്ന് വിചാരിക്കുക പകുതി വഴി എത്തപ്പോഴേക്കും. അപ്പം നമുക്ക് അവരെ വിളിക്കാനായിട്ട് വല്ല മാർഗമുണ്ടോ? ഇല്ല. വാട്ട് എ വണ്ടർഫുൾ പ്ലാൻ. നമുക്ക് വേഗം നടക്കും. നടക്കാന്ന് തീരുമാനിച്ചപ്പോഴേ നമുക്ക് അത്രയ്ക്കൊരു പ്രശ്നം തോന്നിയില്ല കേട്ടോ ഗൈസ്. പക്ഷെ നോക്കിയാൽ കയറ്റമുണ്ട്. ഇവിടുന്ന് ഇറക്കത്തിന്ന് നല്ല കയറ്റമുണ്ട്. വലിഞ്ചി കയറിയ അയ്യോ നമ്മൾ 3 നേരവും നന്നായിട്ട് തട്ടണ്ടല്ലോ. അപ്പൊ ഇച്ചിരി എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നടക്കാന്ന് വിചാരിച്ചത്. അമ്മേ ഓ ഇത് കഴിഞ്ഞൊരു ഇറക്കോ ചന്ദ്രപ്പ അങ്ങോട്ട് ഭാഗ്യം. ടോർച്ച് കുറങ്ങി അല്ലല്ല തൊട്ടു ടോർച്ച് പിടിച്ചാണ്. അതന്നെ ഇവള് നമ്മൾ പറയണൊന്നും കേൾക്കണില്ല. ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റം അത് ഇവിടെ തെളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവര് വഴിയൊക്കെ ഇങ്ങനെ തന്നെ ഇറക്കം കയറ്റും. ഇതാടാ നമ്മുടെ ഗെയിം ലോഡ്ജ് 5 സ്റ്റാർ ആടാ. അതിന് ഗെയിം ലോഡ്ജുകളുടെ ടൂറിസം അതോറിറ്റി കണ്ട ഫ്രണ്ടിൽ തന്നെ ഉണ്ട് സംഭവം. ഇതാണോ ഗ്രിൽഡ് ലാംബ് കട്ട്ലേറ്റ് വിസ്കി സോസിലിട്ടതാണ്. ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിൽ വിസ്കി സോസ് ഉണ്ട്. പിന്നെ ഇത് എന്നിട്ട് പ്രോൺ ടെയിൽ പപ്പായ ആൻഡ് പൈനാപ്പിൾ സാൽസ. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ടേക്കിംഗ് ദിസ്. ഇത് മഷ്റൂം ഇഷ്ടട്ടോ. പിന്നെ ഉള്ളത് മെയിൻ കോഴ്സാണ്. മെയിൻ കോഴ്സിൽ വന്നിട്ടാണ് ഗ്രിൽഡ് ലാംബ് ഉണ്ട്. അത് വിസ്കി സോസ് ഉണ്ട്. സീവൈഡ് സാൽമൺ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ഫിലെ. പിന്നെ എന്തോ സോസ്. പിന്നെ പാസ്ത ഉണ്ട്. ചിപ്പി സ്പിനാച്ച് ഉണ്ട്. പൊട്ടറ്റോ കോളേജ് ഇത് എന്താ പറയുക സാലഡാണ്. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ, ഓപ്പറേഷൻ റിലിഷ് ബീട്രൂട്ട് പ്യൂരി. താങ്ക് യു. ദാറ്റ് ലുക്സ് സോ യം. നോക്കാം അടിപൊളി സംഭവം. താങ്ക് യു. നമുക്ക് അതിന് നല്ല അടിപൊളി നമ്മളിന്ന് സ്റ്റാർട്ടറൊക്കെ കഴിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കില്ലേ. പക്ഷേ ഇത് നോക്ക്, ഇതെങ്ങനെ ഓർഡർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ മിസ്ഡ് ഇറ്റ്. അതാണോ വേറെ മെനുവിലെയും സിഗരറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സിഗാർസ് കണ്ടോ, ഇതിൻ്റെ വില കണ്ടോ? ഏകദേശം 4000 സംതിങ് വില കേട്ടോട്ടെ ഇതിനൊക്കെ. ക്യൂബെന്നുള്ള സിഗരറ്റ് ആണോ? ഫോട്ടോ പ്ലേറ്റ് ഇട്ടോ. ലാമ്പ് കട്ട്ലറ്റ് കാണാൻ ഭംഗിയുണ്ട്. ഇതാണ് എൻ്റെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ സംഭവം. ഒരു ചോറുണ്ട്, അതാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ചോറ് പറഞ്ഞു. നമ്മുടെ ഡിസേർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്ട്രോബെറി ഐസ്ക്രീം വിത്ത് കേക്കാണ് കേട്ടോ സംഭവം. കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യത്തിന് നല്ല റേറ്റുമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഡിന്നർ കഥം. അപ്പോൾ നമ്മളിത് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് നമ്മളെ കുറേ നേരം കിടന്നുറങ്ങി. ഇന്ന് കാലത്ത് ഗെയിം ഡ്രൈവിന് നമ്മൾ പോയില്ല.
കാരണം നല്ല മഴയായിരുന്നു ഇന്നലെ. ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്ന കാലത്തും ഭയങ്കര മഴയൊക്കെയാണ്. അങ്ങനെ നമ്മളല്ലേ തന്നെ കുറേ ടൈം ഡ്രൈവ് ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു സ്റ്റീക്ക് ബ്രേക്ക്ഫാസ്റ്റ്, മുട്ട, സോസേജ്, ഇത് ഉരുളങ്ങ കൊണ്ടൊരു സംഭവമാണ്, ഹാഷ് ബ്രൗൺ, മഷ്റൂം, ബീൻസ്, ടൊമാറ്റോ. ടൂട്ടുണ്ടി അങ്ങനെ തന്നെയാണ്. ചന്ദ്രന് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞാനിതിൽ 2 മുട്ടയും 2 സോസേജ് വെച്ചിട്ടാണ്. ഞാനത് വേണ്ട, ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു. നമ്മൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. നമ്മളിനി പോയിട്ട് റൂമിൽ പോയി സാധനങ്ങൾ എടുത്ത് ചെക്കൗട്ട് ചെയ്ത് സ്ഥലം വിടാൻ പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇത് നിങ്ങളുടെ ഐശ്വര്യ, ഇത് നിങ്ങളുടെ ചന്ദ്രപ്പി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി. ബൈ.